മുന്നിൽ 19,000-ത്തിലധികം പരാതികൾ കെട്ടിക്കിടക്കുന്നു. തർക്ക വിഷയങ്ങൾ. ഇന്ത്യയിൽ 10,000-കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങളെപ്പോലെ ജനിച്ച മണ്ണിൽ, പൊക്കൽ കുടി കുഴിച്ചിട്ട മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ഭീഷണിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ആമുഖമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു ബേജാറിന്റെ ആവശ്യമില്ല. വരുന്ന 25-ാം തീയതി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനം തുടങ്ങട്ടെ. നരേന്ദ്രമോദിയാണ് സത്യം, അമിത്ഷാജിയാണ് സത്യം. ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും. യാതൊരു സംശയവും വേണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ല. ഞാൻ പറയുന്നു, പ്രതിപക്ഷത്തുള്ള നിരവധി എംപിമാർ, ആ എംപിമാരൊക്കെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ. പഴയൊരു MLA ആണ് ഞാൻ. കാരണം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റിയെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഭരിച്ചവർ വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി. വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അത് സുപ്രീം കോടതിക്ക് മുകളിലാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഈ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ദേശീയ പതാക കീഴിലാണ്, നമ്മുടെ ഭരണഘടന കീഴിലാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യം മുമ്പ് ഭരിച്ചവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വഖഫ് ബോർഡിന് അനാവശ്യമായ അധികാരങ്ങൾ നൽകി. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് മുമ്പിൽ 19,000 തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളൊന്നും കാലാനുസൃതമായി പരിഹരിക്കുന്നില്ല, നീട്ടി കൊണ്ടുപോകുന്നു. പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇവിടെ മുനമ്പത്ത് 600 കുടുംബങ്ങളാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് മുഴുവൻ 1500 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ നെഹ്റു രൂപീകരിക്കാനുള്ള പശ്ചാത്തലം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയെ 2 ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എട്ടണക്ക് കത്തി വാങ്ങി കൊത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി, ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി. അവരുടെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇരട്ടിയ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ആ ഭൂമിയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ നെഹ്റു ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഭൂമി വഖഫ് ബോർഡ് ഉണ്ടാക്കി വഖഫ് ബോർഡിന് നൽകിയായിരുന്നു. അത് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ആ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നില്ല എന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന് പിന്നീട് ഒരുപാട് അധികാരം നൽകി. സുപ്രീം കോടതിയേക്കാൾ വലിയ അധികാരം, അതുപോലെ തന്നെ ഭരണഘടനയേക്കാൾ വലിയ അധികാരം. ആ അധികാരം ആണ് ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളറിയോ, കോൺഗ്രസിന്റെ ഭരണകാലത്ത് വഖഫിന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു ഭേദഗതി അഹിന്ദുക്കൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാമെന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ്.
ലോകത്തിലെ ആ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇതെന്ത് നിയമമാണ്? നിങ്ങൾ അറിയുമോ? ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫറിങ്ങളെ കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചില മുലാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഹറാമാണ് എന്നൊക്കെ പറയുന്നവരുടെ നാട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം. കാഫറിങ്ങളുടെ സ്വത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം. ഈ നിയമം തിരുത്തണ്ടേ? ഇത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ആ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ആ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? എന്റെ ഒക്കെ മുഖത്ത് നോക്കി പലരും പറഞ്ഞു, ഈ നിയമത്തെ അനുകൂലിച്ച് ആദ്യമായി ദീപികയിൽ ലേഖനം എഴുതിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൃത്യമായ, ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല, ഇത് ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തിന്റെ പ്രശ്നമാണ്. ഈ നാട്ടിൽ സമാധാനവും ഈ നാട്ടിൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പലരും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഈ സമരപന്തലിലെ പോരാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ സമരത്തിലൂടെ കേരളത്തിൽ പോലും വഖഫ് പ്രശ്നം ചർച്ച ചെയ്തു, ആളുകൾ മനസ്സിലാക്കി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ മുനമ്പത്തെ ഈ പോരാളികൾക്കൊപ്പമാണ്. അതിന്റെ അർത്ഥം എന്താ? നരേന്ദ്രമോദി കൊണ്ടുവന്ന വഖഫ് നിയമത്തിന് അനുകൂലമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. പക്ഷേ എന്നിട്ടും LDF-ഉം UDF-ഉം കൂടി കേരളത്തിലെ നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കി. എടോ, നിങ്ങള് കുറെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്, നിങ്ങള് പല പ്രമേയങ്ങളും പാസാക്കിയിട്ടുണ്ട്. നിങ്ങൾ പണ്ട് പറഞ്ഞു CAA ഇവിടെ നടപ്പിലാക്കിയാൽ അത് കേരളത്തിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാസാക്കിയ ഒരുപാട് പ്രമേയങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്. അതുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ പാസാക്കിയിട്ടുള്ള പ്രമേയം അത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നാണ് ഇവിടെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട VD സതീശൻ വന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MP IB ഈഡൻ അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അവരൊക്കെ പിട്ടിന് തേങ്ങിയിരുന്നത് പോലെ പറയുന്നു, മുനമ്പത്തെ വിഷയവും നരേന്ദ്രമോദി കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമവും തമ്മിൽ ബന്ധമില്ല. അതെന്ത് ന്യായാണ്? ഇവിടെ ഭൂമി തർക്കം ആരുമായിട്ടാണ്? വഖഫ് ബോർഡായിട്ടാണ് തർക്കം, അല്ലേ? വഖഫ് ബോർഡായിട്ടാണ് തർക്കം. വഖഫ് ബോർഡിന്റെ പ്രശ്നമാണ്, അനാവശ്യമാണ്. ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നിരവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഈ മുനമ്പം ഭൂമിയുടെ മുഴുവൻ ചരിത്രവും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് ബഹിർട്ടാണ്. സർക്കാർ സേട്ടിന് ഭൂമി വന്നത് എങ്ങനെയാണ്? രാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ്. അതെങ്ങനെ സിദ്ദീഖ് സേട്ടിന് കിട്ടി? അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ സിദ്ദീഖ് സേട്ട് അത് വഖഫായിട്ടല്ല, മറിച്ച് അത് സമാനമായിട്ടാണ്, ഗിഫ്റ്റായിട്ടാണ് നമ്മുടെ ഫറൂഖ് കോളേജിന് നൽകിയത്. ഫറൂഖ് കോളേജ് അത് വിറ്റതാണ്, കാശ് കൊടുത്ത് വാങ്ങിയവരാണ് ഇവരൊക്കെ. ഇവരുടെ കാശ് കൊണ്ടാണ് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഫറൂഖ് കോളേജിന്റെ ആ കെട്ടിട സമുച്ചയങ്ങളെല്ലാം മുനമ്പങ്കാരുടെ സംഭാവനയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഭൂമി തർക്ക വിഷയമാകുമ്പോൾ അത് വഖഫ് തർക്കമല്ലാതെ മറ്റൊരു തർക്കം എന്താണ്? ഇതിവിടെ മാത്രമല്ല, നിങ്ങൾ അറിയുമോ, കർണാടകത്തിൽ 29,000 ഏക്കർ ഭൂമി, വഖഫിന്റെ ഭൂമി ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് കർണാടകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പാണ്. ആ ഭൂമി തട്ടിപ്പിന്റെ പിറകിൽ വഖഫ് ബോർഡിന്റെ ആളായി മാറിയിട്ടുള്ള പല മുസ്ലിം പ്രമാണിമാരാണ്. ഞാൻ പറയട്ടെ, കർണാടക സംസ്ഥാനത്ത് ശരീഅത്ത് നിയമം നടപ്പിലാക്കിയാണെങ്കിൽ അവിടുത്തെ പല മുസ്ലിം പ്രമാണിമാർക്കും കൈയുണ്ടാവില്ല. കാരണം ശരീഅത്ത് അനുസരിച്ച് കൈവെട്ടണം. വഖഫ് ബോർഡിന്റെ സ്വത്ത് കട്ടുമുടിക്കുന്ന നിരവധി പ്രമാണിമാരുടെ നാടാണ് കർണാടക.
കേരളത്തിലുണ്ട്. ഞാൻ വരുന്ന ഭാഗത്തൊക്കെ വഖഫിന്റെ കട, വഖഫുമായി ബന്ധപ്പെട്ട ചില പ്രമാണിമാര് ചെറിയ വാടകയ്ക്ക് വാങ്ങും, എന്നിട്ട് മറിച്ച് വാടക കൊടുക്കും. നിങ്ങളറിയോ, അങ്ങനെ ഇന്ത്യയിലാകെ ഇന്ന് രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർലമെന്റിൽ കിരൺ റിജ്ജു പറഞ്ഞത് 8,70,75,000 രജിസ്റ്റേർഡ് വഖഫ് ഭൂമികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഒരു വർഷം 160 കോടി. മുമ്പ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിട്ടുള്ള സച്ചാർ കമ്മീഷൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 12,000 കോടി രൂപയാണ്. അപ്പൊ എന്താ കാണിക്കുന്നത്? മതസ്ഥാപനത്തിന്റെ ഒക്കെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് മറിച്ചു വെച്ച് ആ കാശ് സാധാരണ മുസ്ലിങ്ങൾ കിട്ടുന്നില്ല. എന്തിനാണ് വഖഫിന്റെ ഉദ്ദേശം? അത് അനാഥാലയങ്ങൾ നടത്താനാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനാണ്, കുട്ടികളെ സഹായിക്കാനാണ്, വിധവകളെ സഹായിക്കാനാണ്. അതൊന്നും നടക്കാതെ ചില രാഷ്ട്രീയ പ്രമാണിമാർ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന കൊള്ളയാണ് വഖഫ് എന്നുള്ളതാണ് സത്യം. ഇത് പരിഹരിക്കാനാണ് നരേന്ദ്രമോദി ഏറ്റവും ശക്തമായ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. ആ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പറയുന്നു, ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ കയറ്റാൻ മോദി ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങളല്ല. ഈ ബോർഡിനകത്ത് സ്ഥലം എംപിമാര് വേണം, സ്ഥലം MLA മാര് വേണം എന്നാണ് ഭേദഗതി. ചിലപ്പോൾ MLA MPയും നമുക്കറിയാം ഏതെങ്കിലും മതപ്പെട്ട ആളാണെന്നില്ല. ഇതിനെ കുറെ കൂടി സുതാര്യമാക്കാനുള്ള നിയമമാണ്. അതുപോലെ തന്നെ ഒരു ഭേദഗതി എന്താണ്? മുസ്ലിം സമുദായത്തിന്റെ വഖഫ് വിഷയത്തിൽ അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാമെന്നുള്ളത് നമ്മൾ എടുത്തു കളയുന്നു. തികച്ചും ശാസ്ത്രീയമായി ഈ വഖഫ് രംഗത്ത് നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതിയെ അനുകൂലിക്കുന്നതിന് പകരം ആ ഭേദഗതിക്കെതിരെ ഇവിടെ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പണ്ട് പറഞ്ഞിരുന്നു CIA കൊണ്ടുവരും, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കും, പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇപ്പോൾ മുനമ്പന്തിട്ടായിട്ടുള്ള പ്രശ്നം, ആ അനുഭവത്തിൽ നിന്ന് ഇവിടെ കടലിനോട് പടവെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ, പാവങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും, അവരുടെ മക്കളുടെ വിവാഹം നടത്താൻ പറ്റാത്ത, വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്തത്, ഈ പിറന്ന മണ്ണ് ക്രയവിക്രം ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങൾ നിങ്ങൾ ഒരു ചർച്ചയാക്കി കൊണ്ടുവന്നപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എന്താണ് വഖഫ് തർക്കം എന്ന് പ്രിയപ്പെട്ട മുനമ്പത്തുകാരെ, ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ടീമിന് അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടും ഇത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കൃത്യമായി നരേന്ദ്രമോദി വിരുദ്ധരുടെ പറുദീസയായിട്ടുള്ള ഈ കേരളത്തെ പോലും വഖഫ് പ്രശ്നം പഠിപ്പിച്ചത് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന്റെ സൈനികർ മാത്രമല്ല, നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ അധ്യാപകരാണ് എന്ന് കൂടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ നിരവധി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് ഈ വഖഫ് വിഷയം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലാം കാണാനും ഐക്യദാർഢ്യപ്പെടാനും സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് പറയട്ടെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മതങ്ങളും നദികളായി ഒഴുകിയെത്തി സംഗമിച്ച ഒരു സംസ്കാരത്തിന്റെ സാഗരമാണ് ഈ മഹാഭാരതം. ആ സാഗരം സൃഷ്ടിച്ചതിന് കാരണം ഇവിടുത്തെ ആദിമ വിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആ ജനങ്ങളുടെ സംസ്കാരത്തിന്റെ മുകളിലാണ് മാലിക് ദീനാർ വന്നപ്പോഴും സെന്റ് തോമസ് വന്നപ്പോഴും ഇവിടെ സ്വീകരിക്കുകയും നമുക്ക് ഭൂമി തരികയും നമുക്ക് പള്ളിക്കൂടം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്യുകയും ചെയ്ത ഒരു മഹാ സംസ്കാരമാണ് ഈ ഭാരതത്തിന്റെ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ മുന്നണിപ്പടയാളാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. ഈ വിഷയം നമുക്ക് രമ്യമായി പരിഹരിക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 16 യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ ആ യോഗം ഇപ്പോൾ 28 മാറ്റി.
വീണ്ടും പ്രതിഷേധം വന്നപ്പോൾ 22 മാറ്റിയെന്നാണ് തോന്നുന്നത്, അല്ലെ? ഏതായാലും ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത്, ഈ മുനമ്പം വിഷയം വഷളാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് പങ്കുണ്ട്. സഖാ VS-ന്റെ കാലത്താണ് നിസാർ കമ്മീഷൻ ഉണ്ടാക്കിയത്. ആ കമ്മീഷനാണ് ഈ വിഷയം വഷളാക്കിയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ വിഷയം വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ മന്ത്രിയല്ല, വഖഫ് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ഈ മുനമ്പം സമരത്തിന്റെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ, ഈ പിറന്ന ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അബ്ദുറഹിമാൻ പറഞ്ഞത്, ഇവിടുത്തെ അച്ഛന്മാരൊക്കെ വർഗീയവാദികളാണ്, അവർ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പുരോഹിതന്മാരെ മുഴുവൻ അപമാനിച്ച അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പിണറായി വിജയനോട് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ എംപിമാർ പോലും ഇതിന് പിന്തുണക്കും, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്തുണക്കും. കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ച എന്താണ്? നിങ്ങൾ അറിയുമോ, ആസാമിൽ ഒരു വലിയ നേതാവുണ്ട്, ഒരു വലിയ താടിക്കാരൻ, അത്ര മുതലാളിയാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? AIUDF-ന്റെ നേതാവാണ്. 16 MLA-മാരുണ്ടായിരുന്നു ആ നേതാവിന്, ബദറുദ്ദീൻ സാഹിബിന്. അദ്ദേഹത്തിന്റെ പാർട്ടി എങ്ങനെയാണ് ജയിച്ചതെന്നറിയോ? അദ്ദേഹം രാവിലെ ഒരു 20 ലോറി ബംഗ്ലാദേശിലേക്ക് അയക്കും, അവിടുന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് കള്ള ID കാർഡും റേഷൻ കാർഡും ഉണ്ടായിക്കൊടുത്ത് കൃത്രിമമായി ബംഗ്ലാദേശിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ആസാമിലെ അവിടുത്തെ രാഷ്ട്രീയ രംഗം മുഴുവൻ അട്ടിമറിച്ച് 16 MLA-മാർ സൃഷ്ടിച്ച ബദറുദ്ദീൻ പാർലമെന്റ് മെമ്പറായിരുന്നു. ഞാൻ അന്ന് അദ്ദേഹത്തിലൂടെ MP ആണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ പ്രസംഗിച്ചത്? നമ്മുടെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി വഖഫിന്റേതാണ്, അതുകൊണ്ട് MP-മാർ വാടക തരണം. എങ്ങനെയുണ്ട്? അതുപോലെ അദ്ദേഹം പറയുന്നു, നമ്മുടെ ഡൽഹി എയർപോർട്ട്, അതുപോലെ തന്നെ ഹൈദരാബാദ് എയർപോർട്ട് വഖഫ് ഭൂമിയാണ്. അങ്ങനെയാണെങ്കിൽ ബദറുദ്ദീൻ സാഹിബെ, നമ്മളെല്ലാം വന്നിട്ട് 1400 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ ഭൂമിയല്ലേ ഹിന്ദുക്കളുടേതല്ലേ എന്ന് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ, മിസ്റ്റർ ബദറുദ്ദീൻ എന്ന ബുദ്ധൂസെ, നമ്മൾ എന്ത് മറുപടി പറയും? നിങ്ങൾ മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ബദറുദ്ദീനെ പോലുള്ള ചില പ്രമാണിമാർ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ തെറ്റായി നയിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മുസ്ലിം സമുദായത്തെ നേരായ വഴിക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് നാഷണൽ മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കും എന്ന ഉറച്ച പ്രത്യാശ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് വരാനും ഈ സമരത്യാഗം നടത്തുന്ന ആളുകളെ കാണാനും സാധിച്ചത് പൊതുജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി കരുതിക്കൊണ്ട് ഈ സമരം വിജയിച്ചു മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.